കിണർ വെള്ളം വേനൽ അടി പാറയാണ്, നല്ല അടഞ്ഞ പാറയാണ്. അതിൽ നല്ല ഏത് വേനലിക്കും വെള്ളം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു 10-30 വീട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 2 കുടം വെള്ളം 3 കുടം വെള്ളം ബാക്കി പൈപ്പ് വെള്ളം വരുന്നത്. അപ്പോൾ 2-3 കുടം വെള്ളം ഒരു 10-30 വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പടവ് ഒരു വെട്ടലിൻ്റെ പടവായിരുന്നു. ആ പടവ് പൊളിഞ്ഞ് ചാടാറായപ്പോൾ അതാണ് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരിതിൻ്റെ മോള് പ്ലാറ്റ്ഫോമൊക്കെ ശരിയാക്കാം, പില്ലറൊക്കെ പൊട്ടിയതൊക്കെ നേരാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നേരാക്കണ്ട സാർ, നേരാക്കത്തെ കംപ്ലീറ്റ് പൊളിച്ച് നേരാക്കി, അതിൽ നേരാക്കണ്ടത്. അപ്പോൾ അവർ 2ാമത് പഞ്ചായത്തിൽ നിന്ന് വന്നു, എല്ലാ എസ്റ്റിമേറ്റും എടുത്തു, കംപ്ലീറ്റ് പൊളിച്ചു, താത്തി കെട്ടി പടവ് സാറായി, എല്ലാ പരിപാടിയും കഴിഞ്ഞു സാറായി. മുമ്പ് ഇതുണ്ടായിരുന്നില്ല, വേറെ ലൈനായിരുന്നു വെള്ളം ചെയ്തിരുന്നത്. അത് അവർ ചില നേരത്ത് അങ്ങനെ കുറവായിരുന്നു, 1-2 അങ്ങനെയൊക്കെ അടിക്കുന്നു. ഇത് ഡെയിലി അടിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ വന്നത് ഭയങ്കര ഒരു ഉപകാരമായ പോലെയാണ്. നമുക്ക് നേരത്തിന് കിട്ടും ചെയ്യാം, രാവിലെ തന്നെ അത് ഓണാക്കിയ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് ഇന്ന നേരമൊന്നുമില്ല, ഒരേ സമയത്തിന് അടിക്കാറുണ്ട്. വലിയ ഒരു ഉപകാരമാണ്. ആദ്യം ഒരു കിണർ കുഴിച്ചു, അതിൽ വെള്ളം ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം കമ്മിയായി. പിന്നെ പഞ്ചായത്ത് വേറെ ഞങ്ങൾക്ക് കിണർ കുഴിച്ചു തന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വെള്ളം ഉണ്ട് ഇഷ്ടം പോലെ. ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ നടന്ന് റോഡിൽ പോയിട്ട് ടാപ്പിൽ നിന്ന് എടുത്ത് പോരുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പദ്ധതി വന്നതിൻ്റെ ശേഷം വെള്ളം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടി നടക്കണം, അപ്പോൾ വെള്ളം കിട്ടി, ഇപ്പോൾ സുഖമായിട്ട് കെട്ടിട്ട് വെള്ളം കിട്ടി, ബുദ്ധിമുട്ടില്ലാതെ. തൊഴിലുറപ്പിൽ കുഴിച്ചതാണ്. 3-5-6 ആൾക്കാരുണ്ടായിരുന്നു, പെണ്ണുങ്ങൾ. പിന്നെ ഒരാളെ കൂലിക്ക് ഞങ്ങൾ കൂട്ടി 10 കൂലിക്ക് വെള്ളം കണ്ടു. കുഴപ്പമില്ല, അങ്ങനെ കിട്ടുകൊണ്ട് കിണറായി. അല്ലെങ്കിൽ ഇപ്പോഴും കിണറായിട്ടുണ്ടാവില്ല. എഴുതി മെമ്പറായിട്ട് സംസാരിച്ച് അങ്ങനെ പഞ്ചായത്ത് വക പാസ്സായി. അങ്ങനെ ഒരാളെ കൂട്ടി പണിക്ക് ചെയ്യാനും കൂടി അങ്ങനെ ശരിയായി. കുടിവെള്ളം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ 2 സോണുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഒന്ന് ഭാരതപ്പുഴയിൽ നിന്നും അത് 2, 3, 4 വാർഡുകളിൽ മാത്രമാണ് സുഭിക്ഷമായി വെള്ളം കിട്ടുന്നൊരവസ്ഥ ഉണ്ടായത്. പിന്നെ ഒന്നുള്ള സോൺ 2 നമ്മുടെ മുതുകര പഞ്ചായത്തിലെ വൈദ്യശാല ഭാഗത്താണ്. ബോർവെല്ലിനെ ആശ്രയിച്ച് മാത്രമാണ് ആ കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത്. പലപ്പോഴും അത് വേണ്ടത്ര ആളുകൾക്ക് സൗകര്യപ്രദമായി എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ പിന്നെ കുടിവെള്ളത്തെ ആശ്രയിച്ചിരുന്നത് മുതുകര ഗ്രാമപഞ്ചായത്തിൽ മുൻ ഭരണസമിതികളെ പോലെ തന്നെ തുടർച്ചയായി ഓരോ വാർഡിലും ബോർവെൽ കുഴിച്ച് മോട്ടോർ സ്ഥാപിച്ച് ചെറിയ മിനി കുടിവെള്ള പദ്ധതികൾ, ഏകദേശം 97ഓളം കുടിവെള്ള പദ്ധതികൾ, ആ കുടിവെള്ള പദ്ധതികൾ കൂടിയാണ് വലിയ തോതിലുള്ള ക്ഷാമമില്ലാതെ കാര്യങ്ങൾ പോകുന്നത്. കരുത്തുറ്റ നേതൃത്വത്തിൽ കഴിവുറ്റ ഭരണസമിതി. മുതുതല ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെയും അതിജീവനത്തിന്റെയും 5 വർഷങ്ങൾ.